പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ പോലീസിന്റെ വ്യാപക പരിശോധന. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പെരുമ്പാവൂരിലെ വിവിധ ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവി KS ദർശന്റെ മേൽനോട്ടത്തിൽ പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ലോഡ്ജുകൾ, മാർക്കറ്റ്, ബസ്സുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. 100ലേറെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസും പ്രത്യേകം സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന. ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് എന്നിവരും പരിശോധനയിൽ പങ്കുചേർന്നു. പെരുമ്പാവൂർ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും താമസിച്ചു വരുന്ന അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുന്നതിനു വേണ്ടി തദ്ദേശവാസികളെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജാഗ്രതാ സമിതി രൂപീകരിക്കുവാൻ ജില്ലാ പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ നടത്തിയ യോഗം തീരുമാനിച്ചു. സമിതിയുടെ കൺവീനർ പെരുമ്പാവൂർ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറും ജോയിന്റ് കൺവീനർ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുമായിരിക്കും. വെങ്ങോല, വാഴക്കുളം പഞ്ചായത്തുകൾ, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻ, അംഗങ്ങൾ, രാഷ്ട്രീയ, മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ, അതിഥി തൊഴിലാളി പ്രതിനിധികൾ എന്നിവർ ഭാരവാഹികളാകും. തൊഴിലാളികളുടെ ഇടയിലുള്ള മയക്കുമരുന്ന്, മദ്യം, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ച് നടപടിയെടുക്കും. തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവരശേഖരണം നടത്തുകയും അവർക്കിടയിലുള്ള മറ്റു പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്യും. ശക്തമായ ബോധവൽക്കരണം തൊഴിലാളികൾക്കിടയിൽ നടത്തും. തൊഴിലാളികളുടെ മക്കൾക്ക് മികച്ച പഠനം ഉറപ്പാക്കും. മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണവും നടത്തും. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോഡ്ജുകൾക്കെതിരെ കർശന നടപടിയെടുക്കും. സമിതി എല്ലാ മാസവും ആദ്യ ആഴ്ചയിൽ പെരുമ്പാവൂർ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിൽ വെച്ച് യോഗം ചേരും. പ്രതിമാസ യോഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.